കൊല്ലം ആയൂരിൽ 13കാരൻ മുങ്ങി മരിച്ചു. റോഡ് വിള VP ഹൗസിൽ നവാസിന്റെ മകൻ മുഹസിനാണ് മരിച്ചത്. കൂട്ടുകാരുമൊത്ത് പാറമടയിലെ പാറക്കുളത്തിൽ കുളിക്കവെയാണ് അപകടം. അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. അരുൺരാജ്, ഗുഡ് ഈവനിങ്. ദാരുണമായ ഒരു സംഭവമാണ്. ഈ പാറക്കുളത്തിൽ കുളിക്കാനിറങ്ങിയതാണ് ഫ്രണ്ട്സിനൊപ്പം എന്ന് മനസ്സിലാക്കുന്നു. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും എന്ന് തോന്നുന്നു. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇത്തരത്തിൽ പോകുമ്പോൾ വേണ്ട ജാഗ്രതയെക്കുറിച്ചൊക്കെ. എന്താണ് അവിടെ സംഭവിച്ചത്? ക്രിസ്റ്റിന, ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. ഈ ആയൂർ കാരാളിക്കോണത്തുള്ള ഐശ്വര്യ കൃഷ്ണനുള്ളിൽ ഒരു പാറക്കുളമുണ്ട്. ഈ പാറക്കുളത്തിലേക്ക് അധികം ആരും പോകാറില്ല. പക്ഷേ ഈ മുഹസിനും കൂട്ടുകാരും ഈ പാറക്കുളത്തിൽ എത്തുകയും അവിടെ നിന്ന് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കളിക്കുന്നതിനിടയിലാണ് കാൽവഴുതി ഈ മുഹസിൻ ഈ വെള്ളത്തിലേക്ക് വീഴുന്നത്. തുടർന്ന് ഈ കുട്ടികൾ ഈ മുഹസിൻ വെള്ളത്തിലേക്ക് വീഴുന്നത് കണ്ട് ബഹളം വെച്ചെങ്കിലും സമീപത്ത് നിന്ന് ജീവനക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും അടക്കം ഓടിയെത്താൻ അല്പം വൈകി. പക്ഷേ ഈ മുഹസിനെ അവിടെ നിന്ന് ആശുപത്രിയിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലടക്കം എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹസിൻ എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ചെറിയ വെളിനെല്ലൂർ KPMHSലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ കൂട്ടുകാരുമൊത്ത് ഈ പരീക്ഷ അടക്കം കഴിഞ്ഞ ശേഷം ഈ ആനന്ദം പങ്കിടാൻ വേണ്ടിയാണ് ഈ കൃഷ്ണന്റെ പാറക്കുളത്തിലേക്ക് എത്തിയത്. പക്ഷേ ഈ കുട്ടികളകത്തേക്ക് കയറിപ്പോകുന്നത് ഈ മറ്റു ജീവനക്കാരോ നാട്ടുകാരോ ആരും തന്നെ കണ്ടില്ല. അങ്ങനെയാണ് ഈ ദാരുണ അന്ത്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ശരി, അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഓരോ അവധിക്കാലത്തും അതിനു മുമ്പും നമ്മൾ പറയാറുണ്ട്, ഇങ്ങനെ വെള്ളം ഒക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആവേശമാണ് അതിലേക്ക് ചാടാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടുത്ത് പോയി നിൽക്കാനും. ഇപ്പോൾ ഈ മോനാണെങ്കിൽ കാൽ വഴുതിയാണ് വീണതെന്ന് മനസ്സിലാക്കുന്നു. പെട്ടെന്ന് കൂടെ നിൽക്കുന്ന കൂട്ടുകാർക്കും വലിയ ആശങ്കയും അങ്കലാപ്പും ഒക്കെ ഉണ്ടാകും. ചിലർ ചാടും. പല കേസുകളിലും അങ്ങനെ കൂട്ടുകാരും മരിച്ച സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് ആവർത്തിക്കാതിരിക്കട്ടെ. അവധിക്കാലമാണ്, നമ്മൾ ഈ ജലാശയങ്ങളുടെ ഒക്കെ അടുത്ത് പോകും. പക്ഷേ വളരെയധികം ശ്രദ്ധ വേണം.